കോഴിക്കോട് അപകട ഭീഷണി ഉയർത്തുന്ന KSRTC ടെർമിനൽ കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണി നടത്തേണ്ടത് ആരെന്ന തർക്കം തുടരുകയാണ്. ഉത്തരവാദിത്തത്തിൽ നിന്നും KSRTCയും സർക്കാരും KTDFCയും ഒഴിഞ്ഞു മാറുകയാണ്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന് പഠന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുമ്പോഴും വീണ്ടും വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നാണ് ഗതാഗത മന്ത്രി നടത്തിയ പരാമർശം. അപകട ഭീഷണി ഉയർത്തുന്ന ഈ കെട്ടിടം KSRTCയുടേതല്ലെന്നും KTDFCയുടേതാണെന്നും പറഞ്ഞ് കൈയൊഴിയാനുള്ള ശ്രമമാണ് ഗതാഗത മന്ത്രി CP ജോൺ കഴിഞ്ഞ ദിവസം നടത്തിയത്. KTDFC എന്ന് പറയുന്നത് വേറെ തന്നെയുള്ള ഒരു നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ്. പക്ഷെ അവരാണ് ഇത് ഓൺ ചെയ്യുന്നത്, ഈ കെട്ടിടം ഓൺ ചെയ്യുന്നത്. KSRTC അല്ല ഈ കെട്ടിടം ഓൺ ചെയ്യുന്നത്. ഞങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കെട്ടിടത്തിന് ബലക്ഷയമുണ്ടെന്ന ഗൗരവമേറിയ പഠന റിപ്പോർട്ട് ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് മന്ത്രിയുടെ ഈ പരാമർശം. KSRTC ജീവനക്കാർക്കും യാത്രക്കാർക്കും ഒരുപോലെ അപകട ഭീഷണി ഉയർത്തുന്ന കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് തകർന്ന് 2 യാത്രക്കാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. അപ്പോഴാണ് കെട്ടിടത്തിന്റെ ബലക്ഷയത്തെക്കുറിച്ച് പഠിക്കാൻ വീണ്ടും കമ്മീഷനെ നിയമിക്കുമെന്ന വാദവുമായി സർക്കാർ രംഗത്തു വരുന്നത്. വിദഗ്ധ സമിതി ഉണ്ടാവും. ആ വിദഗ്ധ സമിതിയുടെ അന്വേഷണം വരുന്ന മുറയ്ക്കേ അത് പറയുള്ളൂ. 32.70 കോടി രൂപ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിവരുമെന്ന ആദ്യ പഠനം നടത്തിയ ചെന്നൈ IIT കണ്ടെത്തിയിരുന്നു. തുടർന്ന് ബട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദഗ്ധർ നടത്തിയ പഠനത്തിൽ 6.03 കോടി രൂപ മതിയെന്ന കണ്ടെത്തലും നടത്തി. 2 പഠന റിപ്പോർട്ടുകളിലും അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി ചെയ്യേണ്ടി വരുമെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും ആര് ചെയ്യുമെന്ന തർക്കമാണ് ഇപ്പോഴും തുടരുന്നത്. KSRTC ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ജീവന് സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഗതാഗത മന്ത്രിയും സർക്കാരും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞും പരസ്പരം പഴിഞ്ഞാറിയും ഒഴിഞ്ഞുമാറുകയാണ്. ജനം, കോഴിക്കോട്.